അടുത്തതായിട്ട് ആശംസ അറിയിക്കാനായിട്ട് ആത്മീയ നേതാവും യൂത്ത് ഐക്കണും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രിയ ജെയ്സ് പാണ്ഡനാട് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ കമ്മ്യൂണിറ്റി ടെലിവിഷൻ നെറ്റ്വർക്ക് ഇന്ത്യൻ വോയിസ് പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത ബിഷപ്പ് തോമസ് ബഹുമാന ഉദ്ഘാടകൻ കെ സുരേഷ് സാറ്, ശ്രീ പി ഷൺമുഖൻ അവർ, ശ്രീ അരുൺ രാജ്, പ്രിയപ്പെട്ട വിജയ് ജോർജ് സാറ്, ബൈജു ചെറുകോട്ടയിൽ, ഇതിൻ്റെ മുഖ്യ സംവിധായകനും സംഘാടകനുമായ പ്രിയപ്പെട്ട ജോൺ ജോസഫ് അടക്കമുള്ള സന്നിഗ്ധരായിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ആദ്യമേ തന്നെ ഇന്ത്യൻ വോയിസ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ നെറ്റ്വർക്ക് എന്ന ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും വിശേഷാൽ അറിയിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വലിയ വെല്ലുവിളികളും ബലാബലവും നേരിടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ മാധ്യമരംഗത്തുള്ള ഇടപെടലും വലിയൊരു വെല്ലുവിളി നേരിടുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 2014 നമ്മുടെ ഇന്ത്യയിൽ മാധ്യമ രംഗത്ത് അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പേരാണ് ഗോദി മീഡിയ. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകൻ രവീഷ് കുമാർ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് ഈ പേര് കൂടുതൽ പ്രസിദ്ധമാക്കിയത്, ഗോദി മീഡിയ. ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും പ്രൊപ്പഗണ്ട നടത്തുകയും ഭരണകൂടത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും മാത്രം PR വർക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗോദി മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഭരണകൂടത്തെ പിന്തുണയ്ക്കുകയില്ല. ഒരു തരത്തിലുള്ള വൺ സൈഡ് പ്രൊമോഷനാണ്. അത് നമുക്കറിയാം. BJP സർക്കാരിനെയും പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ അജണ്ടകളെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും മാത്രം പിന്തുണയ്ക്കുന്ന, ഭരണകൂടത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങളെയാണ് ഗോദി മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർണാബ് ഗോപസ്വാമി ഒക്കെ നേതൃത്വം നൽകുന്ന റിപ്പബ്ലിക് TV, ടൈംസ് നൗ, ഇന്ത്യ ടുഡേ ഒക്കെ അടക്കമുള്ള വിശാലമായ ഒരു മാധ്യമ ശൃംഖല തന്നെ ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല, നേതാക്കന്മാർക്ക് വലിയ വീരാരാധന കൊടുക്കുകയും പേഴ്സണാലിറ്റി കൾട്ടുകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം. അവർ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ നടത്തുന്ന, നിങ്ങൾക്കറിയാമല്ലോ, എക്സിറ്റ് പോളുകൾ 400 സീറ്റ് BJP കിട്ടുമെന്നൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ വാലാട്ടികളായ ഒരു ലാപ് ഡോഗിനെ പോലെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ്. വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഇസ്ലാമോഫോബിയ കൂടുതലായി ഉത്പാദിപ്പിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ വാർത്തകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക പരിസരത്താണ് നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഓൾട്ടർനേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി ബദൽ മാധ്യമ പ്രവർത്തനം, ഞാൻ ജേർണലിസം പഠിച്ച ഒരാളും കൂടിയാണ്, ഓൾട്ടർനേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി ബദൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ മേഖലയിലേക്ക് ഇടപെടുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ പത്രസ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രാജ്യമാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2026 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ആ രീതിയിൽ പത്രസ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത, സത്യം പറയുന്ന മാധ്യമപ്രവർത്തകർ ജയിലിലടയ്ക്കുന്ന, നമുക്കറിയാം. ഈ അടുത്തിടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന് UAP ഒക്കെ ചുമത്തി. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നേരിട്ട് എതിർക്കാൻ
മുഖ്യധാര മാധ്യമങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ രൂപപ്പെട്ടു വരുന്ന ഒരു ബദൽ മാധ്യമ രാഷ്ട്രീയം, ഓൾട്ടർനേറ്റീവ് ജേർണലിസം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ദി വയർ, അതുപോലെ തന്നെ ദി കിൻഡ്, ദി പ്രിൻ്റ്, അങ്ങനെ ഇഷ്ടം പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ, കമ്മ്യൂണിറ്റി ചാനലുകൾ. നിങ്ങൾക്കറിയാം ധ്രുവിനെ പോലെയുള്ള, ധ്രുവൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ശക്തമായി യൂട്യൂബ് ചാനലിലൂടെ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ബദൽ മാധ്യമ ഇടപെടലിലൂടെയാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അവർ മറികടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ സമീപകാലത്ത് രൂപപ്പെട്ടവർ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ളവരെ ഭരണകൂടം അടിച്ചമർത്തും. യുവ മാധ്യമ പ്രവർത്തകരെയും RT ആക്ടിവിസ്റ്റുകളെയും അതുപോലെ തന്നെ അവരെയൊക്കെ ജസ്റ്റിസ് സൂര്യകാന്ത് പാർട്ടി എന്ന് വിളിച്ച് അവരെ അധിക്ഷേപിക്കുകയും പിന്നീടും സോഷ്യൽ മീഡിയയിലുണ്ടായ വലിയൊരു മൂവ്മെൻറ്റ് നമുക്കറിയാം. പിന്നീട് ഇതിൽ കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ ഉണ്ടായി. ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ, ആക്ടിവിസ്റ്റുകളെ, അംബേദ്കറൈറ്റുകളെ, അതുപോലെ നിയോ ബുദ്ധിസ്റ്റുകളെ, സോഷ്യൽ മീഡിയ പ്രവർത്തകരെ, മനുഷ്യാവകാശ പ്രവർത്തകരെ, ബുദ്ധിജീവികളെ ഒക്കെ ആക്രമിക്കുന്ന, ജയിലിലടയ്ക്കുന്ന, അവരെ അധിക്ഷേപിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അങ്ങനെ അത് ഫാസിസത്തെക്കുറിച്ച് വലിയ പഠനം നടത്തിയിട്ടുള്ള, പുസ്തകം എഴുതിയിട്ടുള്ള ഉംബർട്ടോ എക്കോയെ പോലെ, അതുപോലെ ലോറൻസ് ബ്രിറ്റിനെ പോലെയൊക്കെ ആളുകൾ പറയുന്നത് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് മാസ് മീഡിയ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. മീഡിയ കൺട്രോൾ ചെയ്യുക, മാധ്യമങ്ങളെ വരുതിയിൽ വരുത്തിക്കൊണ്ട് തങ്ങളുടേതായ കാര്യങ്ങൾ വെറുപ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഉണ്ട്. ടെക്നോളജിക്ക് വലിയ ഗുണവുമുണ്ട്. ടെക്നോളജി കൊണ്ട് ജാതിയെ മറികടക്കാനുള്ള പഠനങ്ങൾ പോലുമുണ്ട്. കാരണം നോളജ് എക്കോണമിയുടെ, ടെക്നോ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ലോകത്ത് നമുക്കറിയാം ജാതി വ്യവസ്ഥയും അതുമൂലമുണ്ടാക്കുന്ന അസമത്വങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി മറികടക്കാൻ പറ്റുന്ന വിവരങ്ങളുടെ ലഭ്യതയാകട്ടെ, അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഡിജിറ്റൽ മേഖലകളിൽ സ്കില്ല് വളരെ പ്രധാനമാണ്. ആളിൻ്റെ നിറമോ പൊക്കമോ ജാതിയോ അല്ല പ്രധാനം, സ്കില്ല് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ കാലഘട്ടങ്ങളിൽ പരമ്പരാഗതമായ ജാതി തൊഴിലുകളെ ഫോളോ ചെയ്യാതെ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്കും ഡിജിറ്റൽ തൊഴിലിടങ്ങളിലേക്കും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ IT മേഖല അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, സംരംഭത്വവുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഇടങ്ങളൊക്കെ ശക്തിപ്പെടുന്നുണ്ട് പല മേഖലകളിലും. അതുകൊണ്ട് തൊഴിലിടങ്ങളിലെ തുല്യതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതുകൊണ്ട് ടെക്നോളജിയെ എങ്ങനെയാണ് കൃത്യമായി നമ്മൾ നേരിടുന്ന ഡിസ്ക്രിമിനേഷനെ മറികടക്കാൻ വേണ്ടി ടെക്നോളജി അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുകയും ആ മേഖലകളിൽ കൂടുതലായി സജീവമായി നമ്മൾ ഇടപെടുകയും നിയമപരമായ സംരക്ഷണം പോലും കിട്ടുന്നൊരു മേഖലയാണ് പ്രധാനമായിട്ടുണ്ട്. ഒരു ആൻറ്റി മീഡിയ പോളിസിയാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ആൻറ്റി ദളിത് മീഡിയ പോളിസിയാണ് നിലനിൽക്കുന്നത്. ഇന്ന് എല്ലാ ചാനലുകളും നമുക്കറിയാം ഒരു ന്യൂനപക്ഷ വിരുദ്ധ, ഒരു ദളിത് വിരുദ്ധ എഡിറ്റോറിയൽ പോളിസി നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ വടക്കേന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾ, അട്രോസിറ്റീസ്, ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പേഴ്സിക്യൂഷനുകൾ, ജാതിക്കൊലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് മുമ്പ് അഡ്വക്കേറ്റ് സജി ചേരുവാൻ പറഞ്ഞല്ലോ, ഒരു നഗര ആധിപത്യ ജാതി സമുദായങ്ങളിൽ നിന്നാണ് കൂടുതലായി റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ വരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാർത്തകൾ കൂടുതലായി സാധാരണക്കാരുടെ, ന്യൂനപക്ഷങ്ങളുടെ, ദളിത് ആദിവാസി സമൂഹങ്ങളുടെ വാർത്തകൾ കൂടുതലായി തമസ്കരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അവിടെയൊക്കെ ഇതിനെ മറികടക്കാൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ചാനൽ നെറ്റ്വർക്കിനും സോഷ്യൽ മീഡിയയ്ക്കും യൂട്യൂബർമാർക്കും കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല, ഈ മേഖലയിലേക്ക് കൂടുതലായി ഈ ഡിജിറ്റൽ വളരെ ചിലവ് കുറഞ്ഞ്, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഡിജിറ്റൽ ജേർണലിസം അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസം ഒരു നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രാദേശികമായി തദ്ദേശീയമായ വാർത്തകളെയും പ്രശ്നങ്ങളെയും വികസന പ്രശ്നങ്ങളെയും ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ജനങ്ങളുടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ ചാനലിനോട് ചേർന്ന് എല്ലാവരും പ്രവർത്തിക്കുകയും വോളണ്ടറിയായി ഇതിൻ്റെ പ്രവർത്തകരായി മാറുകയും ഇതിന് സാമ്പത്തികമായി പിന്തുണ കൊടുക്കുകയും
റിപ്പോർട്ടർമാരായി മാറുകയും ഒക്കെ ചെയ്യണം. സിറ്റിസൺ ജേർണലിസത്തിൽ എല്ലാവരും ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെയുള്ള പ്രിൻ്റ് മീഡിയയിലാണെങ്കിലും വിഷ്വൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെയുള്ള മാധ്യമങ്ങളുടെ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. മൂക്ക് നായ്ക് എന്ന് പറയുന്ന ഒരു പത്രം തന്നെ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധുജന പരിപാലിനി എന്ന് പറയുന്ന പത്രം തന്നെ അയ്യങ്കാളിക്കുണ്ടായിരുന്നു. പാമ്പാടി ജോൺ ജോസഫിന് ചേരമൃദൂതൻ എന്ന് പറഞ്ഞ പത്രം തന്നെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ തന്നെ അവർ ഇങ്ങനെയുള്ള പത്രങ്ങളിലൂടെയും ഓക്സ്ഫാമും ന്യൂസ് ലോണ്ടറിയും നടത്തിയൊരു പഠനം ഹിന്ദി TV വാർത്തകളിൽ 100% ഉയർന്ന ജാതിക്കാരാണ്. ഇംഗ്ലീഷ് TV വാർത്തകളിൽ 89.3%, 7%. പൂർണ്ണമായി ഈ മേഖലകളിൽ ദളിത് ആദിവാസി സമൂഹം അവതാരകന്മാരായി, പാനലിസ്റ്റുകളായി, എഴുത്തുകാരായി ഒക്കെ അവഗണിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി ഒരു ബദൽ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കണം. ഇപ്പോൾ തന്നെയുണ്ട് റൗണ്ട് ടേബിൾ ഇന്ത്യ, ദളിത് ഡെസ്ക്, ദളിത് വോയിസ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ബദൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജാതി വ്യവഹാരങ്ങളെക്കുറിച്ച് കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും വികസന പ്രശ്നങ്ങളും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായി ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനുള്ള സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കഴിയണം. വലിയ തരത്തിലുള്ള വിദ്വേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയുണ്ട്. ഹെയ്റ്റ് സ്പീച്ചുകൾ, സൈബർ ബുള്ളിങ്, ദളിതർക്കെതിരെ ആദിവാസികൾക്കെതിരെയും കൂടുതലായി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ID ഫാക്ടറികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വെറുപ്പുകളുണ്ട്. വലിയ ഹെയ്റ്റ് സ്പീച്ച് വിദ്വേഷ പ്രസംഗങ്ങളുണ്ട്, വലിയ പോസ്റ്ററിങ്ങുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായി മറികടക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടാലേ പറ്റുകയുള്ളൂ. അവരുടെ ഐഡൻറ്റിറ്റി സ്വത്വം പ്രശ്നവൽക്കരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ കൂടുതലായി മീഡിയയിൽ നമ്മുടെ ആളുകൾ ഇടപെടുകയും സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുകയും കണ്ടൻറ്റുകൾ കൊണ്ട് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മീഡിയ എഡ്യൂക്കേഷൻ, ഒരു മീഡിയ ലിറ്ററസി നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകണം. ആ മാധ്യമ സാക്ഷരതയിലൂടെ മാത്രമേ ഈ സാമൂഹ്യ ഒഴിവാക്കൽ, സോഷ്യൽ എക്സ്ക്ലൂഷനെയും മീഡിയ രംഗത്തുള്ള നമ്മുടെ പ്രാതിനിധ്യമില്ലായ്മയും മറികടക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ചാനല് ദളിത് ആവിഷ്കാരത്തിനും ആക്ടിവിസത്തിനും സുപ്രധാനമായ ഒരിടമായി മാറാനുള്ള ഒരു ബദൽ മാധ്യമ പ്രവർത്തനമായി ഓൾട്ടർനേറ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു പ്രധാന ഇടമായി മാറട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വലിയൊരു സാമൂഹിക വിപ്ലവത്തിനും സാംസ്കാരികമായ നവോത്ഥാനത്തിനും ഇതിൻ്റെ ഇടപെടലും കണ്ടൻറ്റുകളും കൂടുതലായി പ്രയോജനപ്പെട്ട ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോൺ ജോസഫിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇന്ത്യൻ വോയിസിനും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.